ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. അപ്പോൾ ഇന്ന് ഇതാ കിച്ചണിൽ ചിഞ്ചുമോളാണ് കേട്ടോ. ഞാനിപ്പോൾ നമുക്കിന്ന് ഹോം ഷോപ്പിലത്തെ പ്രോഡക്റ്റുകൾ കൊടുക്കേണ്ട ദിവസമായി. അപ്പോൾ ഞാനതൊക്കെ കൊടുത്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോക്കാട് ഭാഗത്തുള്ള ആൾക്കാർക്ക് HSOമാർക്കുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ കൊടുക്കേണ്ടിയത്. അപ്പോൾ അതൊക്കെ കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ ഒരു 12:45 ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബീഫൊക്കെ കഴുകി അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചൊക്കെ വന്ന് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിൽ വന്നത്. അപ്പോൾ ഇതാ ഞാൻ വന്നപ്പോൾ ചിഞ്ചുമോള് കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്നത്തെ സ്നാക്സ് ചിഞ്ചുമോളാണ് ഉണ്ടാക്കുന്നത്. മോമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫില്ലിംഗ് ഒക്കെ ഓൾ റെഡിയാക്കി എടുത്തിക്കണ്. പിന്നെ അതേപോലെ മൈദ കൊണ്ട് ചെറിയ അപ്പം ഇങ്ങനെ ഉണ്ടാക്കണമല്ലോ, അതൊക്കെ ഓൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുറ്റിയാണ് ഞാൻ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഫില്ലിങ്ങിൽ കുറച്ച് ക്യാബേജും അതേപോലെ സവാളയും ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഫില്ലിങ്ങിൽ ചേർത്തിട്ടുള്ളത്. അതേപോലെ ബീഫ് കുറച്ച് വേവിച്ചതുണ്ടായിന്. അപ്പോൾ അതൊന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കിയേക്കണം കേട്ടോ. പിന്നെ ഇതാ ബീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 മണിയാകുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടിട്ട് ചൂടാറാനൊക്കെ വെക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ ബാബുക്കാക്കുന് കൊടുത്തയക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനൊരു 2-3 പത്തിരിപ്പൊടിൻ്റെ പാക്കറ്റും അതേപോലെ പുട്ടുപൊടിയും പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറുമ മസാല, അതേപോലെ അച്ചാറുകൾ, പിന്നെ ചിക്കൻ മസാല, ബീഫ് മസാല, അതൊക്കെ നമ്മളെ ഷോപ്പിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേശ്ശെ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ പത്തിരിപ്പൊടിയൊക്കെ ഞാനേക്ക് വെച്ചിന് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാലാണ് പിന്നെ ബാബു ഫോൺ വിളിച്ചിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് പത്തിരിപ്പൊടി ഒന്നും കൊടുത്തയക്കണ്ട, ആരാ പത്തിരിയൊക്കെ അവിടെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടാക്കി കൊടുത്തയക്കാനുള്ളൊരു ടൈം എനിക്കില്ലേനും. പിന്നെ ടൈം ഉണ്ടായിട്ടൊന്നും അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു പൊറുതേടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോന്നപ്പോൾ കുറച്ച് ബീഫ് വാങ്ങി പോന്നതാണ് കേട്ടോ. അധികമൊന്നുമില്ല, ഒരു 2.5 കിലോനൊക്കെ വാങ്ങിച്ചിട്ടുള്ളതിന്. പിന്നെ എല്ലാവരും കൊടുത്തയക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൊടുത്തയക്കുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കുറച്ച് മാങ്ങയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന് കേട്ടോ മഞ്ജുമോള്. അപ്പോൾ മാങ്ങയും ബാബുവിന് വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെ മാങ്ങ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് കവറിലാക്കി വെച്ച്. അപ്പോഴത്തേന് സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീഫൊക്കെ ഒന്ന് പൊരിച്ചെടുക്കും വേണം, എന്നിട്ട് വേണം ചൂടാറിയിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ചൂടോടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നാളെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ബീഫ് ഞാനൊന്ന് തൂമിച്ചെടുക്കണ്ട കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിന്. അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ വേവിച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ, കുറച്ച് വേവ് പതുക്കുണ്ട്. എന്നാലും ഇനിയിപ്പോൾ ഓരോടെ കൊണ്ടുപോയിട്ട് ചൂടാക്കിയൊക്കെ കഴിക്കൂലേ. ഇനിയിപ്പോൾ നമുക്ക് വേവിക്കാനുള്ള ടൈമും ഇല്ല. അപ്പോൾ കുറച്ച് നേരം ഇനി ഒരു ചീനച്ചട്ടിയിൽ കിടന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ചിഞ്ചുമോള സ്നാക്സ് ഉണ്ടാക്കലും ഒരുവിധമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മോമോസ് നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത് ആവിയിൽ വേവിക്കണ പലഹാരമല്ലേ, എണ്ണയൊന്നും വേണ്ട, ഫ്രൈ ചെയ്തെടുക്കുകയൊന്നല്ല ചെയ്യണത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ കുട്ടികൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് കുഴങ്ങി വന്നതാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൊടുത്തയക്കും വേണം, എന്നാലുള്ള ഇപ്പോൾ ഒരു സമാധാനം. പിന്നെ ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ടേബിളുമ്മ കൊണ്ടുവന്നിട്ടേ ഒരു വാഴൻ്റെലിയിൽ ഇതേപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫാനിൻ്റെ ചോട്ടിലാക്കിയിട്ട്. അപ്പോൾ കാറ്റൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചൂടൊക്കെ ആറി നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് അതൊന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ എത്ര സമയമില്ലെങ്കിലും ഒരിടത്തേക്ക് ആരെങ്കിലും പോകണുണ്ടെന്ന് അറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കാൻ നമുക്കൊരു പൊറുതേടാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു ഇടങ്ങേറാണ് ആരെങ്കിലും പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ടൈം ഉണ്ടായിട്ടല്ല, എന്നാലും കുറച്ച് ബീഫൊക്കെ വാങ്ങി. എന്നാൽ ബീഫ് നിങ്ങൾക്ക് കൊടുത്തയക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയൂല കേട്ടോ, അത്രക്കും ഇഷ്ടമാണ് ബീഫ്. അപ്പോൾ എന്തായാലും ഞാനത് ചൂടൊക്കെ ആറിയിട്ട് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചാണെങ്കിലും അത് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഒരു റൂമിലുള്ള വേറെ ആൾക്കാരും ഉണ്ട് കേട്ടോ, നമ്മളെ അടുത്തുള്ളവർ തന്നെ. അപ്പോൾ ഓരോക്കെ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയക്കണുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ അവർക്ക് അത്യാവശ്യം കഴിക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കുമ്പോൾ അങ്ങനെ സ്റ്റാപ്ലെയർ വെച്ചിട്ട് പിന്നെ അതേപോലെ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് നല്ലോണം ഒന്ന് സേഫായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇനി എണ്ണ നെയ്യോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ 2-3 കവറിലും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മിഞ്ഞാന്നത്തെയൊക്കെ വീഡിയോൻ്റെ കമൻറ്റിൽ ചില കൂട്ടുകാരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടേനി. ഹുസ്ന ഉതിരമ്പോയിൽ, അതേപോലെ വേറെ പേര് ഞാൻ ഓർക്കണില്ല കേട്ടോ, ഞാൻ അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചതുമില്ല. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ്. പിന്നെ കുറേ ആൾക്കാർ കമൻസിന് റിപ്ലൈ തരാനുണ്ട് കേട്ടോ. അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ ഒഴിവാകുമ്പോൾ ഒക്കെ തരും. ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാവരുടെ കമൻസിനും റിപ്ലൈ തരാമല്ലോ, ഇതൊക്കെ റിപ്ലൈ തരും. റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാതെ നിൽക്കരുതേ. എൻ്റെ ഒഴിവിനനുസരിച്ചിട്ട് ഞാൻ പിന്നെ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, നമ്മളെ ഗിവ് അവേൻ്റെ കാര്യം. ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് അതേപോലെ കൊടുത്തിട്ടില്ല. അതിനിപ്പോൾ തിങ്കളാഴ്ച പറ്റിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്താണ് കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മളെ പാക്കിംഗ് ഒക്കെ ഇവിടെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒരു കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റിക്കർ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് കൊണ്ടേ കൊടുത്തിട്ട് വേണം നമുക്ക് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞിന്ന് പിന്നെ നമുക്ക് പൊറോട്ട വാങ്ങാൻ വെച്ചെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഇതൊക്കെ കൊണ്ടേ കൊടുത്താൽ സമയമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു 4:15 ആയപ്പോഴാണ് ഇത് കൊണ്ടു കൊടുക്കാൻ പോയത്. പിന്നെ ഞാൻ കിച്ചണിലൊക്കെ ഒന്ന് വന്ന് നോക്കിട്ടോ. അപ്പോൾ ഇതാ സ്നാക്സ് ഒരു ട്രിപ്പ് ഇവിടെ പിന്നെ ആവി കയറ്റി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അടുപ്പത്തുണ്ട് കേട്ടോ, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കിയിട്ട് തന്നെയല്ല കേട്ടോ. ഞാൻ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കണ പോലെ, പിന്നെ പൂവട ഉണ്ടാക്കണ പോലെയല്ല, പൂവടൻ്റെ മാവ് വെച്ചിട്ട് ഇതേപോലെ ആവി കയറ്റിയൊക്കെ വേവിച്ച് എടുത്തിട്ടുണ്ടായിനി. ഇതിപ്പോൾ എന്താ മൈദ മാവാണ് കേട്ടോ. പിന്നെ ഞാൻ പിന്നെ ഭവന് കൊടുത്തേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ പോന്നപ്പോൾ ഞാൻ കുറച്ച് പൊറോട്ടയും വാങ്ങിപ്പോന്നു കേട്ടോ. അപ്പോൾ ഇനി പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇതാ ചിഞ്ചുമോളെ സ്നാക്സൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിരിക്കണ്. ഉമ്മമാക്കും ഉപ്പപ്പാക്കും ഉള്ളത് പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തയക്കണുണ്ട് കേട്ടോ. പിന്നെ ദീക്കോളൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിനി, നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. അത് പിന്നെ നോമ്പ് തുറക്കണ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് എരിവുള്ളതൊക്കെ കഴിക്കാൻ നല്ല പൂതിയേക്കാരം. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. മധുരമുള്ളത് കഴിക്കണക്കാട്ടിലും എരിവുള്ളത് കഴിക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ ഒരു മോമോസ് ഈ ഒരു ചട്നിയിൽ മുക്കി കഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഓളുണ്ടാക്കിയതല്ലേ. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോഴേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കലുള്ളൂ. പിന്നെ എനിക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയതുമില്ല. ഉണക്കമുളകൊക്കെ ഇട്ടാണ്ടാ തോന്നുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ സ്നാക്സൊക്കെ റെഡിയായി. പിന്നെ ഞാൻ പൊറോട്ടയും വാങ്ങിച്ച് വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇനി നമുക്ക് കിഴിപ്പൊറോട്ട ആക്കാമെന്ന് പറഞ്ഞു മക്കൾ. ഇനിയിപ്പോൾ പൊറോട്ടയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഞാനും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ബീഫ് ഇതാ എന്താ കുറച്ച് സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ട് ബീഫ് അതിലിട്ടാണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ പൊറോട്ട എന്താ കിഴിപ്പൊറോട്ട ആക്കി എടുക്കുക. നല്ല ചൂടുള്ള പൊറോട്ടയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് കരുളായിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ. അപ്പോൾ എന്താ പറയുക, നല്ല സോഫ്റ്റും ഉണ്ടായിന് കേട്ടോ പൊറോട്ട. ചിലപ്പോൾ പൊറോട്ട വാങ്ങുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള പൊറോട്ടയ്ക്കാരം, അത്രക്കാണ് നന്നാവലില്ല. അപ്പോൾ ഈ പൊറോട്ട കുഴപ്പമില്ല ഇനി കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു വാഴൻ്റെ ഇലയൊക്കെ വാട്ടിയിട്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടേനും. അതിൽക്കതാ ഒരു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീഫ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബീഫിൽ ഗ്രേവി ഇല്ല കേട്ടോ. ഗ്രേവി കുറച്ചും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ നല്ല പൊറോട്ടയിൽ ഇങ്ങനെ ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒന്നും കൂടെ ആകുമ്പോഴേ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ. ഞാനിത് അങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഇല ആയതുകൊണ്ട് ഒരു 5-6 തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 ഇലയിലാക്കിയിട്ട് പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊന്നിങ്ങനെ മടക്കി നോക്കി ഒരു 5 വെച്ചിട്ട്, അപ്പോൾ ഒന്നും കൂടെ ഒക്കെ വെച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നിട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഇതിൻ്റെ മേലെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിങ്ങൊക്കെ ഇട്ടിട്ട്. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടിനി കേട്ടോ, അതേപോലെ ബീഫൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലൊക്കെ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ആക്കി കൊടുക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തേങ്ങാപ്പാലൊന്നും ആക്കി കൊടുക്കണില്ല. ഞാൻ അതേപോലെ ആ ഒരു ബീഫിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്താണ്ട് അങ്ങനെ ഒക്കെ കൂടെ അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വാഴൻ്റെ ഒരു നാരെടുത്തിട്ട് അതുകൊണ്ട് ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവിയൊന്നും പുറത്ത് പോവാതെ നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ ഉള്ളിൽ തന്നെ കയറിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ നമ്മളെ കിഴിപ്പൊറോട്ട കേട്ടോ. അപ്പോൾ ഒന്നിവിടെ ആയിട്ടുണ്ട്. ഒന്നല്ല, അതിലൊരു 5-6 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. നമ്മൾ ചട്ടിയിലിട്ട് കണ്ടേ എന്താ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ കുത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതേപോലെ വേറൊരു ഇലയും കൂടെ വിരിച്ചിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഫില്ലിങ് തീർന്ന്. അപ്പോൾ ഇതിൽ ഒരു 4-5 ഉള്ളൂ, 4 ഉള്ളൂ കേട്ടോ. ഒന്നവിടെ ബാലൻസ് ഉണ്ട്. 10 പൊറോട്ട ഇട്ട് ഞാൻ വാങ്ങിയത്. ലാസ്റ്റ് നമ്മളെ ബീഫിൻ്റെ ഫില്ലിങ് തീർന്ന്. അപ്പോൾ പിന്നെ അതവിടെ ബാക്കി വെച്ച് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ കെട്ടിയൊക്കെ വെച്ചിട്ടോ.
പിന്നെ ഞാനൊരു പിന്നെ ചീനച്ചട്ടിയൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചട്ടിക്ക് കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ കിഴി കെട്ടി വെച്ച ആ ഒരു വാഴൻ്റെലിയിലുള്ള ആ ഒരു പിന്നെ പൊറോട്ടൻ്റെ കിഴി അതിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ആവിയൊന്നും പുറത്ത് പോവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ടിയുള്ള ചീനച്ചട്ടിയോ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കുക കേട്ടോ നല്ലത്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മഞ്ജുമോള് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാവുന്ന പോലെയുള്ള ബത്തക്ക തന്നെയാണ് കേട്ടോ. ഒന്നും തണ്ണിമത്തനെന്ന് പറയും ചിലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി കമൻറ്റ് ബോക്സിൽ ഞാൻ അങ്ങനെ ബത്തക്ക പറഞ്ഞിട്ടേ നമ്മളിവിടെ ബത്തക്ക തന്നെയാണ് കേട്ടോ പറയൽ. പിന്നെ ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തീനി കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലിങ്ങനെ വന്നപ്പോഴേ അടിഭാഗം വെന്തിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടേനി. അങ്ങനെ തിരിച്ചു ഇട്ടിട്ടൊന്ന് പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് 2 ഭാഗവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വാഴൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ, അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും വാഴൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആവിയൊക്കെ നല്ലോണം കയറി നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതും അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് തുറന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പോൾ കഴിക്കാനൊന്നും ആയിട്ടില്ല, നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ കഴിക്കുള്ളൂ. എന്നാലും ഞാനിതിപ്പോൾ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആ വാഴൻ്റെ ഇലയിൽ കടന്നിട്ടേ നല്ലോണം അങ്ങനെ ആവിയൊക്കെ കയറി പൊറോട്ടയൊക്കെ അങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനതാ നേരത്തെ പറഞ്ഞത്, കുറച്ച് ഗ്രേവി ബീഫിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഇതിൻ്റെ ആ ഒരു വക്കിലൊന്നും ഇപ്പം വല്ലാതെ ഇല്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ആ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടായിന്. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബീഫ് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. എന്നിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് പിന്നെ വാഴൻ്റെ ഇലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ചട്ടിയിലിട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കിഴി പൊറോട്ട കിട്ടും. അപ്പോൾ ഇത് കഴിക്കാനായിട്ടില്ലല്ലോ, ഇനി കഴിക്കുന്ന സമയമാകുമ്പോൾ തന്നെ ചൂടാറും. അപ്പോൾ ഞാൻ വീണ്ടും അതേപോലെ തന്നെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ ജ്യൂസൊക്കെ മഞ്ജുമോൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജ്യൂസൊന്നും ഉണ്ടാക്കണ്ട. ഇന്ന് മാംഗോ ജ്യൂസാണ് കേട്ടോ. പിന്നെ നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞില്ല, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ വീഡിയോക്ക് ലൈക്ക് തരാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൊണ്ടേ. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്താലും ഒന്നും മറക്കരുത്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഉള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ചോറ് വെക്കണം. അതിനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാലും മതി. ഗ്യാസുമ്മൽ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മക്കളൊന്നും ചോറൊന്നും കഴിക്കൂല. ഇന്നിപ്പോൾ പൊറോട്ട അല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കണത്. അപ്പോൾ പിന്നെ പെലച്ചക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല ചിലപ്പം. അപ്പോൾ ചോറ് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് തീമിടാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മളെ തെങ്ങൊക്കെ ഒന്ന് നനക്കാണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ചില സമയത്ത് രാവിലെ തന്നെ കേട്ടോ നനച്ചു കൊടുക്കൽ, വൈകുന്നേരം അങ്ങനെ നനക്കലൊന്നുമില്ല. ഇന്നൊക്കെ ഇപ്പോൾ രാവിലെ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണെന്ന്. അപ്പോൾ അന്ന് രാവിലെ 6:30 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ 12:45 ആയപ്പോഴാണ് കയറി വരുന്നത്. ൊന്നും പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ നനച്ചൊക്കെ കൊടുത്തു. പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മളെ സ്നാക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ നടുക്കേ ടൊമാറ്റോ സോസ് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ ചിഞ്ചുമോള് വന്നാണ്ട് അത് എടുത്തിട്ട് കേട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു ചട്നി ഉണ്ടാക്കിയിട്ട് ടൊമാറ്റോ സോസാണ് അതിൻ്റെ കൂടെ വെച്ചിക്കണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയി സമയം. അപ്പോൾ ഒക്കെ ടേബിൾ മൊക്കൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതേപോലെ ജ്യൂസൊക്കെ ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഐഫക്കുട്ടിക്ക് നോമ്പൊന്നുമില്ല കേട്ടോ. ഐഫക്കുട്ടിൻ്റെ മുഖം കണ്ടാൽ നോമ്പുണ്ടെന്ന് തോന്നും, പക്ഷെ നോമ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ വീഡിയോ എടുക്കലുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കണതൊന്നും അങ്ങനെ വീഡിയോയിൽ കാണിക്കലില്ല കേട്ടോ. അപ്പോൾ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു. പിന്നെ എന്താ പറയുക, ഈ ഒരു ചിഞ്ചുമോൾ ഉണ്ടാക്കിയ സ്നാക്സ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അത് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിന്നെ അധികമല്ല, നമ്മൾ എണ്ണ തന്നെ ഉപയോഗിച്ചിട്ടില്ലല്ലോ, പിന്നെ ആവിയിൽ വേവിച്ചെടുത്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഓളുണ്ടാക്കിയ ആ ഒരു ചട്നിയിൽ മുക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറയും നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.